ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പം താമസിച്ചാണ് നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. ദയവായി നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് നമുക്ക് തുടങ്ങുവാൻ ഇപ്പോഴാണ് സാധിച്ചത്. നല്ല അനുഗ്രഹീത മനോഹരങ്ങളായ ഗാനങ്ങൾ നിങ്ങൾക്കായി പാടുവാൻ അനുഗ്രഹപ്പെട്ട ഗായകർ, ഓർക്കസ്ട്ര ഒക്കെ ഇവിടെ റെഡിയാണ്. ദൈവത്തിൻ്റെ എല്ലാ സാന്നിധ്യവും കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേലുണ്ടാകണം. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ചോദിക്കുന്നു. വളരെ പരിചിതമായൊരു നല്ല സ്തോത്രഗാനത്തോടെ ഈ ശുശ്രൂഷ ഞങ്ങൾ ആരംഭിക്കുകയാണ്. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തിപ്പ് കൊഴുത്തുന്ന സ്വർലോകനാഥന മശിഹ എന്നുള്ള ഗാനം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കരേറ്റി ഈ ശുശ്രൂഷ ആരംഭിക്കുക. നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിൻ സൂര്യൻ, രാജാതിരാജനാം മസിഹ, അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ദേവൻ, നീതിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹ. സംഗീതം അത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല. മനുഷ്യ മനസ്സ് എന്ന മഹാസമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വൈകാരിക വേലിയേറ്റത്തിൽ കരയെ കവർന്നെടുക്കുവാൻ വെമ്പുന്ന തിരമാലകളല്ല. സംഗീതം അത് ദൈവീകമാണ്. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യന് നൽകിയ ഒരു വരദാനം. ദൈവവചനത്തിൽ ആദ്യമായി ഒരു സമൂഹഗാനത്തിൻ്റെ ആദിതാളവും ആലാപനവും കാണുന്നത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ അടിമത്തത്തിൻ്റെ പടുകുഴിയിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ സോപാനത്തിലേക്കുള്ള യാത്രാമധ്യേ ഇസ്രയേൽ ജനം ഘോര സൈന്യത്തിനും ആഴക്കടലിനും മധ്യേ അറച്ചു നിന്നപ്പോൾ സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ അപ്രമേയ പ്രവൃത്തിയും അളവറ്റ കരുതലും കണ്ടറിഞ്ഞ് ആഴിയുടെ മറുകരയിൽ എത്തിച്ചേർന്ന സന്ദർഭം അവർ ഒരു പാട്ടുപാടി. ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ. വിക്കനായ മോശ പാടി ആരംഭിച്ച ആ പാട്ടിൻ്റെ ഈരടികൾ തലമുറകൾ ഏറ്റുപാടി അവസാനിക്കുന്നത് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിനോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിന്ന് പാടുന്നു. ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടിച്ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിൻ്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതമായതും.
ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന പാടും ഞാൻ യേശുവിനായി എന്ന ഗാനം 1881 ജനിച്ച് 1919 തിരശ്ശീലയ്ക്കപ്പുറത്ത് മറഞ്ഞുപോയ PV തുമ്മി ഉപദേശി കേരള ക്രൈസ്തവ സമൂഹത്തിന് എന്നും കരളിൽ കരുതുവാൻ തരത്തിലുള്ള നിരവധി ഗാനങ്ങൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായ ഗാനം അത്രേ പാടും ഞാൻ യേശുവിനായി എന്ന മനോഹര ഗാനം നമുക്കൊരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പാടും ഞാനേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ പാടും ഞാനെന്നകതാരിൽ അനുദിനം വാഴും ശ്രീയേ പാടും ഞാനെന്നകതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിനായി, ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. പാടും ഞാനേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ. കാട്ടോലീവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ, കാട്ടോലീവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ അവൻ വേട്ടീണച്ചെന്നെ നല്ലോലിവിൻ തരൂ ഓടതു ചിന്തിച്ചെന്നും. അവൻ വേട്ടീണച്ചെന്നെ നല്ലോലിവിൻ തരൂ ഓടതു ചിന്തിച്ചെന്നും. പാടും ഞാനേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ. കൺമണി പോലെന്നെ
മണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്നും തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിടാമെന്നതും ഓർത്തതി മോദമോടെ തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിടാമെന്നതും ഓർത്തതി മോദമോടെ പാടും ഞാനേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ പാടും ഞാനെന്നകതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിനായി ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും പാടും ഞാനേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ ജീവൻ പോവോളം നന്ദിയോടെ ജീവൻ പോവോളം നന്ദിയോടെ. മാതാവും പിതാവും 5 കുഞ്ഞുങ്ങളും ഒരു വല്യപ്പച്ചനും വല്യമ്മച്ചിയും അടങ്ങിയ ഒരു കുടുംബമായിരുന്നു എൻ്റേത്. എൻ്റെ പിതാവ് മാത്രം സന്ധാരണം ചെയ്ത് ഒരു കുടുംബം പോറ്റിയ ഒരു കാലം 1980കളിലെ ഒരു കാലമാണ് എൻ്റെ ഓർമ്മയിൽ. ആ കാലത്ത് 9 പേരെ പോറ്റാൻ ഒരാൾ മാത്രം ജോലിയോ മറ്റോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്തിൽ ഒരു വലിയ ബിസിനസ് നടത്തി അത് വലിയ പരാജയത്തിലായി നഷ്ടത്തിൽ വന്ന് വളരെ സങ്കടത്തോടെ കുഞ്ഞുങ്ങളാരും പട്ടിണിയൊന്നും അറിഞ്ഞില്ല. കാരണം ഭക്ഷണത്തിനൊന്നും ഒരു കുറവും വരാതിരുന്ന ഒരു കാലം. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ. അങ്ങനെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നാണെങ്കിൽ നമ്മളുടെ വീടുകളിൽ അങ്ങനെ ഉണ്ടായാൽ ഒരു ജോലി പോയാൽ നമ്മൾ കുറച്ച് കാലം കൊണ്ട് ഒരു ക്രെഡിറ്റ് കാർഡുകളോ ഉണ്ടോ ഫുഡ് സ്റ്റാമ്പുകളോ ഉണ്ടോ കഴിഞ്ഞുകൂടാവുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അടുത്തുള്ളവരോട് പോലും പോയി ഒരു സഹായം ചോദിച്ചാൽ അവർക്ക് അത്രമാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഞായറാഴ്ച ഞങ്ങളുടെ ടാബർനാക്കിളിലെ ചർച്ചിൽ എൻ്റെ പിതാവ് ഇങ്ങനെ പാടി സാക്ഷ്യം പറയുന്നത് ഞാൻ കേൾക്കുവാനിടയായി. ആത്മാവാം വഴികാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പീൻ ഉള്ളം തളർന്നേറ്റവും ആശയറ്റ നേരത്തും ക്രൂശിൻ രക്തം കാണിച്ചു സത്യസഖി ഞാനാണ്. കാറ്റുഗ്രമായി അടിച്ചാലും ഇരുൾ കനത്താലും സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ. അതെൻ്റെ കണ്ണുകൊണ്ട് കാണുവാനിടയായി. മനോഹരമായി ആഴം കടന്ന് താൻ മാത്രമാ നേരത്തും സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. എത്ര മനോഹരമായ ഗാനം ഇത് നമുക്ക് കേൾക്കാം. അത് ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നു. അതെൻ്റെ സാക്ഷ്യമാണ്.
നേരവും ക്രൂശിൽ രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു. ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനൊളിക്കും നേരത്തിൽ ശത്രുശല്യമൊന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. ശത്രുശല്യമൊന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. സഖി താൻ തന്നെ സർവദാ എൻ സമീപേ തുണയ്ക്കും നിരന്തരം നീക്കും ഭയം സംശയം കാറ്റുഗ്രമടിക്കിലും ിലും സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ആത്മാവാം വഴി കാട്ടി എന്നെ സാദാ നടത്തി കൊണ്ടുപോകും വനത്തിൽ കൂടെ സാവധാനത്തിൽ. ക്ഷീണരെ സന്തോഷിപ്പിൻ തന്നിൻപമൊഴി കേൾപ്പിൻ. സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. കേരളക്കരയിൽ സുവിശേഷ ധ്വനി മുഴക്കിയും കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടിയും അത്യന്തം ശ്രമിച്ചുകൊണ്ടിരുന്ന വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പരിശ്രമിച്ചുകൊണ്ടിരുന്ന KV സൈമൺ സാർ, അദ്ദേഹം ഒരു ദിവസം ഒരു വാഗ്വാദത്തിന് ശേഷം, ആത്മീയ വാഗ്വാദത്തിന് ശേഷം ഭവനത്തിലേക്ക് മടങ്ങുകയും തൻ്റെ പ്രാണനെ പോലും അപായപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും എന്നാൽ അദ്ദേഹത്തെ ദൈവം അത്ഭുതകരമായി വിടുവിക്കുകയും അദ്ദേഹം ഭവനത്തിൽ ചെന്ന് നന്നായി വിശ്രമിച്ചതിന് ശേഷം ദൈവം തനിക്ക് വേണ്ടി കരുതിയ കരുതലിനെ ഓർത്ത് ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി നിറഞ്ഞവനായി ഒരു വരി എഴുതി, ആയിരങ്ങൾ എന്നോട് നേർക്ക് വന്നെതിർക്കലും വീതിയുള്ള പക്ഷങ്ങൾ സാധുവെ മറിച്ചിടും. ദൈവത്തിൽ ഞാൻ കണ്ടൊരു നിർഭയമാം പാർപ്പിടം എന്ന അമൂല്യ ഗാനനിധി നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം.
സൗഖ്യമെങ്ങുമേ കാണുന്നില്ല സാധു ഞാൻ. ദൈവത്തിൽ ഞാൻ കണ്ടൊരു നിർഭയമാർപ്പിടം. ഇത്ര സൗഖ്യമെങ്ങുമേ കാണുന്നില്ല സാധു ഞാൻ. തൻ്റെ ചിറകിന്നു കീഴിൽ ദുർഘടങ്ങൾ നീങ്ങി ഞാൻ വാഴുന്നെന്തു മോദമാ. പാടും ഞാൻ അത്യുച്ചമായി വാഴുന്നെന്തു മോദമാ. പാടും ഞാൻ അത്യുച്ചമായി. ഘോരമാരിയോ കൂരിരുട്ടിൻ വേളയോ ഇല്ലത്തെല്ലും ചഞ്ചലം നാഥനുണ്ടു കൂടവേ. ഘോരമാരിയോ കൂരിരുട്ടിൻ വേളയോ ഇല്ലതെല്ലും ചഞ്ചലം നാഥനുണ്ടു കൂടവേ. തൻ്റെ ചിറകിന്നു കീഴിൽ ദുർഘടങ്ങൾ നീങ്ങി ഞാൻ വാഴുന്നെന്തു മോദമായി. പാടും ഞാൻ അത്യുച്ചമായി വാഴുന്നെന്തു മോദമായി. പാടും ഞാൻ അത്യുച്ചമായി. ആയിരങ്ങളെന്നുടെ നേർക്കു വന്നെതിർക്കിലും വീതിയുള്ള പക്ഷങ്ങൾ സാധുവേ മറച്ചിടും. ആയിരങ്ങൾ എന്നുടെ നേർക്കു വന്നെതിർക്കിലും വീതിയുള്ള പക്ഷങ്ങൾ സാധുവേ മറച്ചിടും. തൻ്റെ ചിറകിന്നു കീഴിൽ ദുർഘടങ്ങൾ നീങ്ങി ഞാൻ വാഴുന്നെന്തു മോദമായി. പാടും ഞാൻ അത്യുച്ചമായി വാഴുന്നെന്തു